വിജയകരമായ ഒരു സീരീസിന്റെ രണ്ടാം ഭാഗം ഒരു ബാധ്യതയാണ് സംവിധായകനും പ്രേക്ഷകനും. ഇതിന് സേക്രഡ് ഗെയിംസ് അടക്കമുള്ള നാഷണൽ ഇന്റർനാഷണൽ ഉദാഹരണങ്ങൾ അനവധിയാണ്. രണ്ടാം ഭാഗങ്ങൾ നിരാശപ്പെടുത്തുന്നു എന്ന ഈ പതിവ് പാതാൾ ലോക് സീസൺ 2 സുദീപ് ശർമ്മ തെറ്റിക്കുകയാണ്. കോവിഡ് മഹാമാരി കാലത്താണ് സുദീപ് ശർമ്മ പാതാൾ ലോക് സീസൺ 1 എത്തിയത്. ഹാത്തിറാം ചൗധരിയെയും അയാൾ കടന്നു ചെല്ലുന്ന വയലന്റായ ലോകത്തെയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ആക്രമണോത്സുകത അത്ര കണ്ട് ആസ്വദിച്ചിരുന്നു ആ കാലത്ത് പ്രേക്ഷകർ. കോവിഡാനന്തര കാലത്താണ് സീരീസിന്റെ രണ്ടാം ഭാഗം വരുന്നത്. അപ്പോഴത്തേക്കും കാണികളുടെ അഭിരുചിയും മാറിയിരുന്നു. അവരുടെ ആസ്വാദനത്തിന്റെ പേസിങ്ങിന് ഇൻസ്റ്റഗ്രാം റീലിന്റെ വേഗത കൈവന്നിരുന്നു. പക്ഷേ സുദീപ് ശർമ്മ തന്റെ സ്റ്റൈൽ മാറ്റിയില്ല. ലക്ഷണമൊത്തൊരു ഡ്രാമയുടെ വേഗതയിൽ പോലീസ് പ്രൊസീജിയറിന്റെ ചട്ടക്കൂടിൽ തന്നെ അയാൾ പാതാൾ ലോകിന്റെ രണ്ടാം ഭാഗവും അണിയിച്ചൊരുക്കി. ഹാത്തിറാം ചൗധരിയിലൂടെയാണ് ഈ സീസണും മുന്നോട്ട് പോകുന്നതെങ്കിലും ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയല്ലിത്. പാതാൾ ലോകിന്റെ വയലന്റായ ആഖ്യാന ഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് ഈ സീസൺ. വയലൻസ് ആണ് ഈ സീരീസിന്റെ ഭാഷ. അതിന്റെ അംശങ്ങൾ 8 എപ്പിസോഡുകളിലായി വന്നുപോകുന്ന എല്ലാ കഥാപാത്രങ്ങളിലും കാണാം. കാണാതായ ഭർത്താവിനെ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞ് തന്റെ മകനുമായി ഹാത്തിറാമിന്റെ മുന്നിലെത്തുന്ന ഒരു സ്ത്രീ. പതിവ് പോലെ ആ പോലീസുകാരൻ ആരും ശ്രദ്ധിക്കാത്ത ആ കേസ് ഏറ്റെടുക്കുന്നു. ഇതിന് സമാന്തരമായി ദേശീയ ശ്രദ്ധ നേടുന്ന മറ്റൊരു കൊലപാതകവും ഡൽഹിയിൽ നടക്കുന്നു. നാഗാലാൻഡ് ഗോത്ര നേതാവും വ്യവസായിയുമായ ജൊനാഥൻ തോമാണ് കൊല്ലപ്പെടുന്നത്. ഈ 2 കേസുകളും ഒരു ഘട്ടത്തിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നു. അവിടെ നിന്നാണ് സീരീസ് ശരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്നത്. നാഗാലാൻഡിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് ഹാത്തിറാമും സീരീസും പ്രവേശിക്കുന്നു. നാഗാലാൻഡ് പോലെ ഒരു സംസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ നടക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്ര സംഘർഷങ്ങളെ വ്യവസായികളും രാഷ്ട്രീയക്കാരും എങ്ങനെയാണ് സമീപിക്കുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും സബ്റ്റിലായി പറഞ്ഞു വെക്കുന്നുണ്ട് സീരീസ്. സിനിമയിലെ വയലൻസ് ഒരു തരത്തിൽ അസ്വസ്ഥമായ ആ സംസ്ഥാനത്തിന്റെ ആകത്തുകയാണ്. സീരീസിലെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത അഭിനേതാക്കളാണ്. കേന്ദ്ര കഥാപാത്രമായ ഹാത്തിറാമിനെ അവതരിപ്പിച്ച ജയ്ദി അഹ്ലാവത് മുതൽ റോസ് ലിസോ ആയി എത്തിയ മെരൻലെ ഇംസോങ് വരെ കഥയിൽ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് ചലിക്കുന്നതും ചിന്തിക്കുന്നതും. ഒന്നാം സീസണിലെ മാസ്റ്റർ ജിയെ പോലെ വില്ലൻ സ്വഭാവമുള്ള ഒരാളെയും അയാളുടെ ഉപകരണമാകുന്ന ഹത്തോള ത്യാഗിയെ പോലൊരു കഥാപാത്രത്തെയും ഈ സീസണിൽ കാണാൻ സാധിക്കില്ല. എല്ലാവരിലും പ്രകോപനപരമായ ഒരു സ്വഭാവമുണ്ടെങ്കിലും ആരും വില്ലന്മാരല്ല. അവരുടെ ഭൂതകാലവും വർത്തമാന രാഷ്ട്രീയവും എല്ലാത്തിനും ഉത്തരമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളുടെയും വയലൻസ് വ്യക്തിപരമല്ല, അതിന് സാമൂഹ്യമായ ഒരു മാനമുണ്ട്. നിങ്ങളുടെ മുന്നിൽ മറ്റ് ഓപ്ഷനുകൾ ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾ ഒരാളെ കൊല്ലുന്നതെന്ന് ഒരു ഘട്ടത്തിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അതുതന്നെയാണ് സീരീസിന്റെ തെസിസ്. വലിയ മനുഷ്യരുടെ വലിയ പ്ലാനുകൾക്കിടയിൽ കേവലം ഓപ്ഷനുകളായി മാറുന്ന ചിലർ. അവർ ഒറ്റമുറിയിൽ തിങ്ങിക്കൂടി കഴിയും. പരസ്പരം നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടും, പ്രകോപിതരാകും. അവരിൽ കൊലപാതകികളും മോഷ്ടാക്കളും ഉണ്ടാകും. കേവലം പോലീസ് നടപടിക്രമങ്ങളിലൂടെ നോക്കിയാൽ അത് അപരന്മാരുടെ ലോകമാണ്. എന്നാൽ ഈ പോലീസ് ഡ്രാമയിൽ അവർ നമുക്ക് സുപരിചിതരാണ്. നമ്മളെപ്പോലെ തന്നെ ആരുടെയൊക്കെയോ ഉപകരണങ്ങൾ.